ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പം നിങ്ങൾ എഴുതും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണോ മേരി ക്രിസ്മസ് വിഷ് ചെയ്യുന്നത്? കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ 2024 ക്രിസ്മസ് ദേ പറയുന്നതിന് മുന്നേ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ക്രിസ്മസ് വരാൻ വേണ്ടി നമ്മൾ 1 ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, ന്യൂ ഇയർ വരുന്നുണ്ടല്ലോ, അത് ആഘോഷിക്കുക. അപ്പോൾ ഈ ഇയർ എനിക്ക് എന്തോരം സ്പെഷ്യലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ഇയറാണ്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതുമാത്രമല്ല, നമ്മൾ ഈ സെൽഫ് ലവ് എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പം ഞാനും കേൾക്കാറുണ്ട്. പക്ഷെ പറയുമ്പോൾ എല്ലാവരും പറയും എനിക്ക് സെൽഫ് ലവ് ഉണ്ടെന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് ഇല്ലാത്തൊരു കാര്യമായിരുന്നു സെൽഫ് ലവ്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞൊരു ഇയർ ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഇയറാണ് 2024. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് റെസൊല്യൂഷനൊന്നും എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മാക്സിമം ടൈം എങ്ങനെ യൂസ് ചെയ്യാം, നല്ല രീതിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മൈൻഡിലുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താകുമെന്ന് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും. അതുമാത്രമല്ല, എനിക്കിഷ്ടമുള്ളൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ കടൽ ക്ലൗഡ്. അതിൽ ഞാൻ റീസെൻ്റ്ലി ടൈം ക്യാപ്സ്യൂൾ, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി നമ്മൾ എഴുതുന്നൊരു ലെറ്ററാണ് കേട്ടോ. അപ്പം 2026 അത് എഴുതാനും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.